നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണുത്തി CTV ന്യൂസിന്റെ നവീകരിച്ച ഓഫീസ് സമുച്ചയം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിമത്ര UDF കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC സെക്രട്ടറി PK രാജു ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷനിൽ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. കോടതി വിധിച്ച ജീവനാംശം ലഭിക്കാതെ ക്രൂര പീഡനത്തിനിരയായ ഏങ്കക്കാട് സ്വദേശിനി അനുവും 2 മക്കളും. വിശദമായ വാർത്തകളിലേക്ക്. 23 വർഷമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ചെറുതും വലുതുമായ എല്ലാ വാർത്തകളും മുടങ്ങാതെ ജനങ്ങളിലെത്തിക്കുന്ന CTV ന്യൂസിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അവസരം ലഭിച്ചത് ഒരു മഹാഭാഗ്യമായി കരുതുന്നതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മണ്ണുത്തി പൈപ്പ് ലൈൻ റോഡിലെ ANR ഫാമിലി ആർക്കേഡിൽ CTV ന്യൂസിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജൻ. മേയർ MK വർഗീസ് അധ്യക്ഷം വഹിച്ചു. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായിരുന്നു. വെറ്ററിനറി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KS അനിൽ, COA സംസ്ഥാന സെക്രട്ടറി സുഭാഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് PR രഞ്ജിത്ത്, മാടിക്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജേക്കബ് നെറ്റോ, വിക്ടറി ITI MD പ്രശാന്ത് മേനോൻ, സെന്റിനറി ടെലിവിഷൻ MD ബീന B മേനോൻ, കർഷക സംഘം പ്രസിഡന്റ് ദാസൻ കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ഓഫീസ് മന്ദിരത്തിന്റെ ആശീർവാദ കർമ്മം മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ നിർവഹിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികളും CTV ജീവനക്കാരും കുടുംബാംഗങ്ങളും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും പങ്കെടുത്തു. CTVയുടെ മുഖ്യ ചുമതലക്കാരൻ ആന്റോ മാത്യു സ്വാഗതവും CTV ന്യൂസ് ബ്യൂറോ ചീഫ് ജോൺസൺ നന്ദിയും പറഞ്ഞു. നടത്തിക്കൊണ്ട് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നു. മണി എന്ന് പറഞ്ഞപ്പോൾ ഒരു 9:30 തുടങ്ങാം എന്ന് തത്വത്തിൽ പരസ്പരം ധാരണയുണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ വരുന്നത് വെള്ളക്കാരി തടത്ത് നിന്നാണ്. ബാലേന്ദ്രേട്ടനൊക്കെ തൃശ്ശൂർ മണ്ഡലമായതുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടില്ല. ഞങ്ങളൊക്കെ ഭൂമിയുടെ അച്ചുതണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലം എന്ന് പറയും. CTV അവിടെയുണ്ട്, ലിജീഷൂടെ കാണും. അപ്പോൾ വെള്ളക്കാരി തടത്തിൽ നിന്ന് രാവിലെ 7:30 മണിക്ക് പോയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ളൊരു ദൂരം ചെറുതല്ല. 9:30 എന്ന് കരുതിയെങ്കിലും ഇത്തിരി നേരം വൈകി ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാഗതം പ്രത്യേകിച്ച് നടത്തേണ്ടതില്ല. അൻവേട്ടൻ പറഞ്ഞതുപോലെ ഞാനൊരു CTVയുടെ കുടുംബാംഗമാണ് യഥാർത്ഥത്തിൽ. കഴിഞ്ഞ 9.5 വർഷമായി ഇവിടെ ജനപ്രതിനിധിയായി വന്നത് മുതൽ ഓരോ മിനിറ്റിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് CTVയോട് ചേർന്നും CTVയുമായി ബന്ധപ്പെട്ടും കേരള വിഷനും TCVയും അടക്കമുള്ള പ്രാദേശിക ചാനലുകളും ഒക്കെയായി ബന്ധപ്പെട്ടുമൊക്കെയാണെന്നുള്ളത് കൊണ്ട് ഇതൊരു വളരെ അഭിമാനകരവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തതുമായിട്ടുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു നിമിഷമാണ്. പ്രാദേശിക പത്രപ്രവർത്തകനും ഒരുപക്ഷെ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് വേണ്ടതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏറ്റവും ഗൗരവമായി രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ളൊരു പ്രവർത്തന മേഖലയാണ്. കേരളത്തിലെ കേബിൾ TV രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായി കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകെ നടന്ന വലിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള വിഷൻ എന്ന പേരിലും കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള പ്രാദേശിക TV ചാനലുകൾക്ക് സംഘടനകൾക്ക് ഒരു സംഘടന ഉണ്ടാകുകയും അത് കേരളത്തിൽ സജീവമാവുകയും
അതുണ്ടാക്കിയെടുത്തൊരു ആരവം കേരള വിഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒന്നായി മാറുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ അംഗമായിരിക്കുന്ന കാലത്ത് പ്രാദേശിക പത്രപ്രവർത്തകരുമായി പല വിധത്തിൽ ബന്ധങ്ങളുണ്ടെങ്കിലും എഴുത്തുകാരും പ്രിൻ്റ് മീഡിയയും വിഷ്വൽ മീഡിയയുമായിട്ടുള്ള പ്രാദേശിക പത്രപ്രവർത്തകരുമായി പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും പ്രാദേശിക പത്രപ്രവർത്തകരുടെ വിഷയം ഏറ്റവും ആഴത്തിൽ പഠിക്കാൻ അവസരമുണ്ടാകുന്നത് കേരളത്തിൻ്റെ നിയമസഭാ അംഗമായിരിക്കുമ്പോൾ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ക്ഷേമനിധിക്ക് വേണ്ടി ഒരു ബില്ല് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോഴാണ്. ബില്ല് പൂർണ്ണമായിട്ടില്ല. ഞാൻ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന പ്രൈവറ്റ് ബിൽ ഡേയിൽ പലതവണ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ക്ഷേമനിധിയും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടായപ്പോൾ കേരളത്തിലുടനീളമുള്ള പ്രാദേശിക പ്രവർത്തകരുമായി പത്രപ്രവർത്തകരുമായി പല വിധത്തിലുള്ള ആലോചനയ്ക്ക് വിധേയമാകേണ്ടി വന്നപ്പോൾ പ്രാദേശിക പത്രപ്രവർത്തകർ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ ശൃംഖലയുടെ കരളും കാതലും പ്രാദേശിക പത്രപ്രവർത്തനമാണ്. സർവ്വദേശീയ തലത്തിലോ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള വാർത്തകളെക്കാൾ വളരെ ഗൗരവത്തോടെ ഇന്ന് നമ്മുടെ വീടിൻ്റെ അകമുറികളിൽ പ്രാദേശികമായിട്ടുള്ള ചാനലുകൾ നൽകുന്ന വാർത്ത നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത മനുഷ്യനെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുമാണ് എന്നുള്ളത് കൊണ്ട് അത് കേൾക്കാനും ശ്രദ്ധിക്കാനും ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നഗരങ്ങളായി മാറുന്നതോടെ ഉയർന്നു പോകുന്ന ഫ്ലാറ്റുകളുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള റൂമിൽ പോലും നടക്കുന്ന വസ്തുതകൾ അറിയാൻ പരസ്പരമുള്ള ആശയവിനിമയത്തിന് സാധിക്കാത്ത വിധത്തിലുള്ള ഓട്ടത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ പ്രാദേശിക പത്രപ്രവർത്തകർ രാപ്പകലില്ലാത്ത വിധം അതെല്ലാം കൃത്യതയോടുകൂടി തീരുമാനിച്ചെടുക്കുകയും സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന പേരിൽ അവരെയൊക്കെ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ലഭ്യമാകുന്ന വാർത്തകളുടെ കാതലായ പ്രാദേശിക പത്രപ്രവർത്തകരുടെ ജീവിതം അടയാളപ്പെടുത്തുകയും ചെയ്യേണ്ടതിൻ്റെ ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കേരള വിഷൻ്റെ ഭാഗമായിട്ടുള്ള CTVക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ അങ്ങനെ ഒപ്പിയെടുത്ത ധാരാളമായിട്ടുള്ള വാർത്തകളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രഭവ കേന്ദ്രമായി അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടാക്കളായി അവകാശപ്പെടാൻ കഴിയുന്ന ധാരാളം വാർത്തകളുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഇന്ന് കാണുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ പലതും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് നേരത്തെ ആൻഡുവേട്ടൻ പറഞ്ഞതുപോലെ ആ പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും നൂഴ്ന്നിറങ്ങിപ്പോയ കേരള വിഷൻ്റെയും CTVയുടെയും ക്യാമറ കണ്ണുകളാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാധുനിക വിധത്തിലുള്ള കേബിളുകളൊന്നുമാകില്ല, ക്യാമറകളൊന്നുമാകില്ല അവരെ ഭരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള കൊച്ച് ഫോണിലൂടെ ചെറിയ ക്യാമറകളിലൂടെ അതടയാളപ്പെടുത്തിയെടുത്ത് മറ്റുള്ളിടത്തെല്ലാം ചൂടുമാറുന്നതിന് മുമ്പ് അതെത്തിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രവർത്തനം ജോൺസേട്ടൻ ഇവിടെ ഉണ്ട്. ദീർഘകാലത്തെ പൊതു പത്രപ്രവർത്തന രംഗത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ ജോൺസേട്ടനെ പോലെ എനിക്ക് ഈ CTV കുടുംബത്തിൽ ഏതാണ്ട് എല്ലാവരെയും ആൻഡുവേട്ടന് പരിചിതമായതുപോലെ കാണാപ്പാടമാണ്. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു പോയാൽ നേരം എടുക്കും. ഞാൻ ആലോചിക്കുകയാണ്, കോവിഡിൻ്റെ ഏതാണ്ട് 2.5 വർഷക്കാലം CTVയിൽ എല്ലാ ദിവസവും വാർത്താ വായനക്കാരെ പോലെ ചെന്നിരുന്ന് അന്നത്തെ കേരളത്തിലെയും പ്രദേശത്തെയും വിശേഷങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു നേരമല്ല സുഭാഷേട്ട, ചിലപ്പോൾ അത് അരമണിക്കൂർ വരെ നീണ്ടുപോകും. ഞാൻ JVR നടത്താൻ, അതായത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള അളവെടുക്കാൻ നമ്മുടെ മാനാമംഗലത്തെ വായനശാലയുടെ പിറകിലുള്ളൊരു വീട്ടിൽ അതിൻ്റെ സർവേക്കാരുണ്ടെന്ന് കേട്ടിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ആ വീട്ടിലേക്കൊന്ന് കയറുകയുണ്ടായി. അപ്പോൾ ആ വീട്ടുകാരോട്, ആ സർവേക്കാരോട് വീട്ടിലെ ചേച്ചി വാചാലായിട്ട്, അമ്മാമ്മ വാചാലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ 9:20 ഭക്ഷണം കഴിക്കും. ഒരു സമയം പറയാണ്, 9:20 ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഈ സർവേക്കാരൻ ചോദിക്കുകയാണ്, എന്താ അത്ര വൈകി കഴിക്കുന്നത്? അത് 9 മണിക്ക് നമ്മുടെ MLA CTVയിൽ ഇന്നത്തെ കോവിഡ് വിശേഷം ഒന്ന് പറഞ്ഞു കേട്ടതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കും. ഞാൻ ഞെട്ടലോടെയാണ് അപ്പോൾ രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ ആ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, അയ്യോ എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. CTV ആ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ചെന്നിരുന്നിരുന്ന ഒരു കുടിസ് മുറിയുണ്ട്. അന്ന് ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞു, ഇവരൊക്കെ കൂടി നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് ഇറക്കണം. 2 ചെറിയ അളവിലുള്ള 2 കുടിസ് മുറികളിലിരുന്ന്
ഈ നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 2.5 ലക്ഷത്തോളം മനുഷ്യരുടെ മനസ്സിലേക്ക് അവർ കാണാത്ത വാർത്തകളുടെ വാതായനം തുറന്നിടാൻ CTV എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അനുഭവിച്ചൊരു പ്രയാസം എന്താണെന്ന് TV കാണുന്നവർക്ക് മനസ്സിലാവില്ല. എല്ലാ ദിവസവും വാർത്താ വായനക്കാരിയ്ക്കുന്ന അതേ സീറ്റിലിരുന്ന് അത് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും മാനേജ്മെൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിലെ കുത്തക മാധ്യമങ്ങളുടെ മുതലാളിമാരെ കുറിച്ചൊന്നും പറയുന്നത് പോലെ പറയാൻ പറ്റില്ല. റൂബർട്ട് മർദോക്കിന് തുല്യമായിട്ട് ഒരാളാണ് ആൻഡ്രൂ മാത്യു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പരിമിതമായിട്ടുള്ള CTVയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാനേജ്മെൻറ്റും ജീവനക്കാരും രണ്ടാകാതെ അതൊരു കുടുംബമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ അതിൻ്റെ ഗൃഹനാഥനുള്ള പങ്ക് വളരെ പ്രസക്തമാണെന്ന് ഈ വേളയിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി പോകും എന്നുള്ളത് കൊണ്ട് അതുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കേരള വിഷൻ്റെ ഭാഗമായിട്ടുള്ള മഹനീയമായ ഈ കേന്ദ്രം, സത്യത്തിൽ ജോൺസേട്ടനും ആൻഡ്രുവും കൂടി വന്നിട്ട് ഇത് എന്നെ ഇങ്ങനെ ഈ മൊബൈലിൽ കാണിച്ചൊരു രംഗമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ മുഖത്ത് എന്തായിരുന്നു വികാര വിക്ഷോഭങ്ങളെന്ന് അവർക്കറിയാം. സിവിൽ സ്റ്റേഷനിൽ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. തൃശൂർ കളക്ടറേറ്റിലെ ജീവനക്കാരുടെ കലാസാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോന് നൽകിയാണ് മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. കളക്ടറേറ്റ് ജീവനക്കാരുടെ കഥകളും കവിതകളും വരകളുമായി തൊഴിൽ സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള മാനസിക സന്തോഷവും കലാപ്രതിഭകൾക്കുള്ള അംഗീകാരവുമാവുകയാണ് ഇതൽക്കൂട്ട് കയ്യെഴുത്തു മാഗസിൻ. വിവിധ വകുപ്പുകളിലെ ജീവനക്കാരിൽ നിന്നും ശേഖരിച്ച രചനകൾ കോർത്തിണക്കി മാഗസിൻ തയ്യാറാക്കുന്നതിന് കളക്ടറുടെ ഇന്റേൺ ടീം നേതൃത്വം നൽകി. ഔദ്യോഗിക ഭാഷാ വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച ഉപന്യാസ രചനാ മത്സരത്തിൽ വിജയികളായ ജോഷി ജോസ്, TN വിനീത തുടങ്ങിയവർക്കുള്ള സമ്മാന വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. ചടങ്ങിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ, ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ KG പ്രാൺ സിംഗ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ഡിസംബർ 11 നടത്തുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി കരിമത്ര വടക്കേക്കര 2ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. UDF വാർഡ് കമ്മിറ്റി ചെയർമാൻ വിനോദ് മാടവന അധ്യക്ഷനായി. നേതാക്കളായ കുട്ടൻ മച്ചാട്, AA അഷ്റഫ്, സന്തോഷ് എറക്കാട്ട്, NM വിനീഷ്, അൽഫോൺസ ഫ്രാൻസിസ്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, സ്ഥാനാർത്ഥികളായ ഷഹ്ന നൌഷാദ്, O ശ്രീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി 51 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജനങ്ങളോട് പറയാൻ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഈ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ പ്രാദേശിക സർക്കാർ നടത്തിയ കാര്യങ്ങൾ എണ്ണി ജനങ്ങളോട് പറയണം. ഫണ്ട് വെട്ടിച്ചുരുക്കിയ കാര്യം ഉൾപ്പെടെ പറയണ്ടേ? നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 35% ഫണ്ട് നഷ്ടപ്പെട്ടു. നമുക്ക് ആ 35% നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൃത്യമായ സമയത്ത് സർക്കാരിന് കൊടുക്കേണ്ട കണക്കുകൾ കൃത്യമായി കൊടുക്കാത്തതിൻ്റെ പേരിൽ 35% ഫണ്ടുകൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ഈ നാട്ടിനകത്തുണ്ടാകേണ്ട വികസന പ്രവർത്തനങ്ങൾ പരാജയമായി മാറുന്നു, പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. കിട്ടിയ കോടിക്കണക്കിന് രൂപയാണെങ്കിൽ കൃത്യമായി മാർച്ച് മാസത്തിൽ അവസാനിപ്പിക്കേണ്ട പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ സാധിക്കാതെ, കൃത്യമായി ടെൻഡറുകൾ കൃത്യസമയത്ത് നടത്താതെ അങ്ങനെ വന്നപ്പോൾ മാർച്ച് മാസത്തിൽ ഈ പണി പൂർത്തീകരിക്കാതെ വന്നപ്പോൾ അതെല്ലാം സ്പിൽ ഓവറായി മാറി. എഴുതി നൽകുന്ന വിവരാവകാശ അപേക്ഷകൾ സ്വീകരിച്ചില്ലെങ്കിൽ കർശന നടപടി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ 49 അപ്പീലുകൾ തീർപ്പാക്കി. കടലാസിൽ എഴുതി നൽകുന്ന വിവരാവകാശ അപേക്ഷകൾ പല ഓഫീസുകളിലും സ്വീകരിക്കുന്നില്ല എന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം പ്രവൃത്തികൾ പരാതിയായി വന്നാൽ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ് കളക്ടറേറ്റിലേക്ക് നടന്ന ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു.
വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കെ-സ്മാർട്ട് RTI പോർട്ടൽ വഴി മാത്രമല്ല പൗരൻ കടലാസിൽ എഴുതി നൽകുന്ന അപേക്ഷയും സ്വീകരിക്കണമെന്ന് വിവരാവകാശ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അപേക്ഷ എഴുതി നൽകുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ വാക്കാൽ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എഴുതി നൽകുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്യണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. എൻഡുഡി ഉല്ലൂക്കാരൻ എന്ന വ്യക്തി വിവരാവകാശ നിയമപ്രകാരം എഴുതി നൽകിയ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന പരാതിയിലാണ് കമ്മീഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. കളക്ടറേറ്റ് ILDM ഹാളിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ഹിയറിംഗിൽ 49 അപ്പീലുകൾ തീർപ്പാക്കി. 53 അപ്പീലുകളായിരുന്നു പരിഗണിച്ചത്. ബാക്കിയുള്ള 4 അപ്പീലുകൾ പിന്നീട് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. ഹിയറിംഗിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, പോലീസ്, ടാക്സ്, വനം വകുപ്പ് എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അപ്പീലുകളാണ് പരിഗണിച്ചത്. സാമൂഹ്യ വികസന പ്രക്രിയകളിൽ യുവജനങ്ങൾ ജാലകശക്തിയാവണമെന്ന് ജില്ലാ കളക്ടർ. സാമൂഹ്യ വികസന പ്രക്രിയകളിൽ ജാലകശക്തിയായി മാറുന്നതിന് യുവജനങ്ങളിലെ നേതൃത്വ ഗുണം പരിപോഷിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഭിപ്രായപ്പെട്ടു. യുവജന നേതൃത്വ പരിശീലന ക്യാമ്പുകൾ ഗുണപ്രദമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ മേരാ യുവ് ഭാരത് സംഘടിപ്പിച്ച ത്രിദിന യുവജന നേതൃത്വ പരിശീലന ക്യാമ്പ് PG കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള വനഗവേഷണ കേന്ദ്രം രജിസ്ട്രാർ കേണൽ ജോൺസൺ തോമസ് അധ്യക്ഷനായി. മേരാ യുവ് ഭാരത് സംസ്ഥാന ഡയറക്ടർ M അനിൽകുമാർ മുഖ്യാതിഥിയായി. ജില്ലാ യൂത്ത് ഓഫീസർ C ബിൻസി, ഹാർട്ട് ഫുൾനെസ് ഫൗണ്ടേഷനിലെ KU മോഹൻ, ശരൺ KS, സുജിത്, എഡ്വിൻ പെരേര തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ നേതൃത്വ ഗുണം, വ്യക്തിത്വ വികസനം, ആശയവിനിമയം, സാമ്പത്തിക സാക്ഷരത, സംരംഭകത്വം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകളെടുക്കും. യുവജന പാർലമെന്റ്, സന്നദ്ധ സേവനം, കർമ്മ പദ്ധതി രൂപീകരണം, സാഹസിക യാത്ര, യോഗ, ധ്യാനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. തൃശൂർ ജില്ലയിലെ 35 യുവാക്കളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പ് 30-ന് സമാപിക്കും. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. 2025 ഡിസംബർ 30-നകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. പുഴയ്ക്കലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പാലം ഡിസംബർ 15-ന് തുറന്നു നൽകും. തൃശൂർ കുറ്റിപ്പുറം KSTP റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ചു. പുഴയ്ക്കലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വലിയ പാലം ഡിസംബർ 15-ന് തുറന്നു നൽകുമെന്ന് KSTP ഉദ്യോഗസ്ഥർ അറിയിച്ചു. പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള 33 കിലോമീറ്റർ റോഡിലെ എല്ലാ നിർമ്മാണ പ്രവൃത്തികളും ഡിസംബർ 30-നകം പൂർത്തിയാകുമെന്നും KSTP ഉദ്യോഗസ്ഥർ അറിയിച്ചു. DBM നിർമ്മാണവും PQC നിർമ്മാണവും 99% പൂർത്തിയായതായും KSTP ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓടയുടെ നിർമ്മാണം, സംരക്ഷണ ഭിത്തി, ഷോൾഡർ ബലപ്പെടുത്തൽ, ബസ് ഷെൽട്ടർ നിർമ്മാണം, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, ഫുട്പാത്ത് നിർമ്മാണം എന്നിവ പുരോഗമിക്കുകയാണെന്നും KSTP വ്യക്തമാക്കി. പുഴയ്ക്കലിൽ നിർമ്മാണം പുരോഗമിക്കുകയായിരുന്ന ചെറുപാലത്തിന്റെ പുരോഗതിയും കളക്ടർ വിലയിരുത്തി. ചെറുപാലത്തിന്റെ സ്ലാബ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും ചെറുപാലത്തിന്റെ നിർമ്മാണം ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കാനാകുമെന്നും പ്രൊജക്ട് മാനേജർ അറിയിച്ചു. അയ്യന്തോൾ ജംഗ്ഷൻ മുതൽ ആര്യ ഹോട്ടൽ വരെയുള്ള കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതായി KSTP അറിയിച്ചു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വനിതാ കമ്മീഷൻ അദാലത്ത് 27 പരാതികൾ തീർപ്പാക്കി. കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല വനിതാ അദാലത്തിൽ 27 പരാതികൾ തീർപ്പാക്കി. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ നേതൃത്വം നൽകി. അദാലത്തിൽ 65 പരാതികൾ പരിഗണിച്ചു. 27 പരാതികൾ പരിഹരിക്കുകയും 7 പരാതികളിൽ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. 31 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്കായി മാറ്റിവെച്ചു. പുതുതായി 3 പരാതികൾ ലഭിച്ചു. പാനലിൽ അഡ്വക്കേറ്റ് പാനൽ മെമ്പർമാരായ അഡ്വക്കേറ്റ് സജിത അനിൽ, അഡ്വക്കേറ്റ് ബിന്ദു രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷി സൗഹൃദ സമൂഹമായി നാം ഓരോരുത്തരും മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മേജർ PJ സ്റ്റൈജു. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള BRC ചൊവ്വന്നൂരിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BBC അനീഷ് ലോറൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സോഫിയ വർഗീസ്, റീന AR തുടങ്ങിയവർ അനുബന്ധ പ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ BRCയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ 100ഓളം രക്ഷിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന് ശേഷം ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കുവാൻ പരിശ്രമിക്കുന്ന പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. പരിയാരം വില്ലേജിലെ മോതിരക്കണ്ണി ദേശം ആറേപ്പറമ്പിൽ സദാശിവൻ എന്നയാളുടെ ഭാര്യയായ ചന്ദ്രിക എന്ന സ്ത്രീയെ 2023 ഒക്ടോബർ 4 മുതൽ തൃശൂർ ജില്ലയിലെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. അടയാള വിവരം 150 സെന്റിമീറ്റർ ഉയരം, ഇരുനിറം, നരച്ചതും കറുപ്പും കലർന്ന തലമുടി, മുകൾ നിരയിലെ പല്ല് വെച്ചതാണ്, കേൾവിക്കുറവുണ്ട്, മലയാള ഭാഷ മാത്രം സംസാരിക്കാൻ അറിയാം. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കുക. ഫോൺ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ 048027083331. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി
ജലീലും കൂട്ടാളിയും റിമാൻഡിലേക്ക്. പുത്തൻചിറ കുന്നത്തേരി സ്വദേശിയായ വയോധികനിൽ നിന്ന് അത്താണിയിലുള്ള സ്ഥലവും ബിൽഡിംഗും രജിസ്റ്റർ ചെയ്ത് നൽകാമെന്ന് പറഞ്ഞും മക്കളുടെ പുത്തൻചിറയിലുള്ള വീടും പറമ്പും മറ്റൊരു പറമ്പുമായി എക്സ്ചേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല തവണകളായി 90 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തീർന്നു നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് സ്റ്റേഷൻ റൌഡിയായ എറിയാട് സ്വദേശി വലിയ വീട്ടിൽ ജലീൽ, കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി കടമ്പോട് വീട്ടിൽ മുഹമ്മദ് ഹനീഫ എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്തു. കോടതി വിധിച്ച ജീവനാംശം ലഭിക്കാതെ ക്രൂര പീഡനത്തിനിരയായ ഏങ്കക്കാട് സ്വദേശിനി അനുവും 2 മക്കളും. 2008 ഏങ്കക്കാട് ചെറുപാറ വീട്ടിൽ സനൽ, ഏങ്കക്കാട് കുങ്കുമത്ത് വീട്ടിൽ അനുവും തമ്മിലുള്ള വിവാഹം നടന്നതും വിദേശത്ത് ജോലിയുള്ള ഭർത്താവ് സനലിന്റെയും വീട്ടുകാരുടെയും ക്രൂരപീഡനത്തിനിരയാവുകയും ഈ ബന്ധത്തിൽ സായികൃഷ്ണ, അവന്തിക 2 മക്കളുമുള്ള കുടുംബത്തിനെ ഭർത്താവ് സനലുമായി വർഷങ്ങളായി വേർപിരിഞ്ഞു നിൽക്കുകയും കോടതി വിധി പ്രകാരം ജീവനാംശമായി 10,000 രൂപ നൽകുവാൻ വിധിച്ചതുമാണ്. മക്കളിൽ ആൺകുട്ടി ഭിന്നശേഷി വിഭാഗത്തിലുള്ളതുമാണ്. ശാരീരിക അവശതകൾ മൂലവും മകനെ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറി ഇറങ്ങേണ്ടി വരികയും ജീവിത ചിലവിന് തന്നെ വീട്ടുകാരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഗതികേടിലാണെന്ന് അനു വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭർത്താവ് സനലിന്റെ നിരന്തരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ കാരണം എന്റെ ആരോഗ്യനില വഷളായി മാറുന്നതിനാൽ മക്കൾ അനാഥരായി പോകുമെന്ന അവസ്ഥയാണുള്ളതെന്നും അതുകൊണ്ട് നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് മുങ്ങി നടക്കുന്ന ഭർത്താവ് സനലിനെയും വീട്ടുകാരെ നിയമത്തിനു മുൻപിൽ എത്തിക്കേണ്ടത് എന്റെ ലക്ഷ്യമാണെന്നും അനു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീട് ഞാനിവിടെ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഒക്ടോബർ 22-ാം തീയതി എനിക്കെതിരെ പേപ്പറിൽ വന്ന വാർത്തേനെ ആസ്പദമാക്കിയിട്ടാണ്. സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള സനൽകുമാർ, ചെറുപാറ സനൽകുമാറായിട്ടുള്ള കേസ് കോടതിയിൽ ഒരു 10-11 കൊല്ലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ചെലവിന് കിട്ടാനുള്ള രീതിയിൽ ചെലവിന് കിട്ടാതെ വന്നപ്പോൾ സനലിനെതിരെ അറസ്റ്റ് വാറന്റും സനൽ മുങ്ങി നടക്കുന്ന സമയത്ത് അവരുടെ വീട്ടുകാർക്കെതിരെ അറ്റാച്ച്മെന്റ്, വീടിന്റെ തറവാട് വീട് അറ്റാച്ച്മെന്റ് ചെയ്യാനുള്ള വിധി വന്നിട്ട് 3-4 കൊല്ലമായി. അപ്പോൾ അതിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മായിയമ്മ സരസ്വതി അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഒക്ടോബർ 19 ഞാൻ എൻ്റെ മക്കളും കൂടി അവരുടെ വീട്ടിൽ സംസാരിക്കാൻ പോയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടില്ല, അവരുടെ വീടിൻ്റെ അവിടെ നിന്നുള്ളൂ. വീട്ടിലുള്ളിലേക്ക് വിളിച്ചിട്ടും കയറിയില്ല. പക്ഷെ അവിടെ ചെന്ന സമയത്ത് സംഭവിച്ചത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ മകനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്ന് പറഞ്ഞിട്ടും വീട് അറ്റാച്ച്മെന്റ് ചെയ്യിച്ചു. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ധൈര്യം എനിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ മുഖത്തേക്ക് അടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കള് 2 പേരുണ്ട്, സായികൃഷ്ണ, അവന്തിക പറഞ്ഞിട്ട്. മൂത്ത കുട്ടി ഭിന്നശേഷിയാണ്. ആ മക്കളെ പോലും അവർ വെറുതെ വിട്ടില്ല. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ടാക്കി ഇതാണ് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട്. മക്കൾക്ക് അവരുടെ വീട്ടിൽ യാതൊരു അവകാശമില്ല പറഞ്ഞിട്ട് മക്കളെയും ഭയങ്കരമായിട്ട് ഉപദ്രവമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സനലിന്റെ നേരെ മൂത്ത ചേട്ടനായിട്ടുള്ള പ്രദീപ് കുമാർ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ വലത് കൈ പിടിച്ച് തിരിച്ചു. അങ്ങനെയാണ് ഈ വലത് കൈ കുട തെറ്റിയിട്ട് ഇപ്പോൾ ഇതിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോൺ വലിച്ചെറിഞ്ഞപ്പോൾ എൻ്റെ മോൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ എൻ്റെ മോനെ കാല് വെച്ചിട്ട് ചവിട്ടി അവനെ ഉപദ്രവിച്ചു. അവനെ പിടിക്കാൻ ചെന്ന സമയത്ത് മോളനെ ഉപദ്രവിച്ചു. മോളുടെ പ്രശ്നത്തിന്റെ മോളൊക്കെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്തു. ഇത് കണ്ടപ്പോൾ ഞാനും മോനെ രക്ഷിക്കാൻ പോയ സമയത്ത് എൻ്റെ മുഖത്തേക്ക് അടിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ചു വെച്ചിട്ട് എൻ്റെ പ്രശ്നത്തിന്റെ മുകളിൽ പിടിച്ചമർത്തി. ഇത്രയും പറയാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണു ഇനി ഇങ്ങനെ ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും അനുഭവിക്കരുത്, ഇത് വെളിച്ചത്തിൽ കൊണ്ടുവരാന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്നത്. നാണക്കേടുള്ള കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങളോട് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അത് കഴിഞ്ഞപ്പോൾ മക്കളെ രക്ഷിക്കാൻ വന്ന സമയത്ത് കുട്ടികളെ പട്ടികവടി കൊണ്ട് തലയ്ക്ക് അടിക്കുക. ഞാൻ പിടിക്കാൻ പോയപ്പോൾ എന്നെ തലയ്ക്ക് പട്ടികവടി കൊണ്ട് അടിച്ചിട്ട് എന്നെ അവരുടെ പ്രദീപിന്റെ വണ്ടിയുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ കടവയറ്റത്തേക്കും മൂത്രമൊഴിക്കുന്ന ഭാഗത്തേക്കൊക്കെ ചവിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഉപദ്രവിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. കാരണം കുറെ കാലങ്ങളായിട്ട് സനലിന്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് എന്നും വധഭീഷണിയും കാര്യങ്ങളാണ്. സനൽ പ്രത്യേകിച്ച് എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വന്ന് ഉപദ്രവിക്കലും കാര്യങ്ങളും, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വൃത്തിയുടെ സ്ത്രീന്ന് ഒരു ആണിനോട് സംസാരിക്കുകയാണെങ്കിൽ വഴി ചോദിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അത് ഫോട്ടോ എടുത്തിട്ട് ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ട് പറയുക. ഒരു പെണ്ണിനോടാണെങ്കിൽ പോലും ഞാൻ പെണ്ണുങ്ങളുടെ അടുത്ത് പോലും സെക്ഷൽ ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ള ലെവലിൽ വന്നിട്ട് അങ്ങനെയും പറഞ്ഞ് ഇതാക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഉപദ്രവം കാരണം പലവട്ടം പോലീസിൽ പരാതി കൊടുത്തു. ഡൊമസ്റ്റിക് വയലൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പല നാളായിട്ട് ഇയാള് വഴിയിൽ വെച്ചുള്ള ഉപദ്രവവും കാര്യങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പെപ്പർ സ്പ്രേ കൊണ്ട് നടക്കുന്നത്. ഇതേവരെ ഒരാളുടെ നേരത്തെ ഉപയോഗിച്ചിട്ടില്ല.
പേപ്പർ സ്പ്രേ എടുത്തിട്ട് ഞാൻ പ്രദീപിന്റെ മുഖത്തേക്ക് അടിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കയ്യിലെന്നെ മക്കളെയാണ് ഉപദ്രവിച്ചത്. ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ചു കയറി ഒരു വൃത്തികേട് ലെവലിൽ കാണിക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ എന്താ ചെയ്യാം? ആ സമയത്ത് ഇയാൾ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പെപ്പർ സ്പ്രേ വാങ്ങിയിട്ട് അയാളുടെ അമ്മയുടെ മുഖത്തേക്ക് അടിച്ചു, സരസ്വതി അമ്മയുടെ മുഖത്തേക്ക് അടിച്ചു. വ്യക്തിവിരോധം മൂലം പശുഫാം നടത്തുന്നയാളെ അപായപ്പെടുത്തുന്നതിനായി ഗുണ്ടെറിഞ്ഞ കേസിൽ വധശ്രമം അടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഹസനുൽ ഭന്ന റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ അഴിക്കോട് സീതി സാഹിബ് ഈസ്റ്റ് സ്വദേശി തയ്യിൽ വീട്ടിൽ ബൈജു എന്നയാളെ അപായപ്പെടുത്തുന്നതിനായി ഗുണ്ട് കത്തിച്ചെറിഞ്ഞ സംഭവത്തിന് നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ കൊടുങ്ങല്ലൂർ അഴിക്കോട് സീതി സാഹിബ് ഈസ്റ്റ് സ്വദേശി മതിലകത്ത് വീട്ടിൽ ഹസനുൽ ഭന്ന എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. മണ്ണുത്തി CTV ന്യൂസിന്റെ നവീകരിച്ച ഓഫീസ് സമുച്ചയം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിമത്ര UDF കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC സെക്രട്ടറി PK രാജു ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷനിൽ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. കോടതി വിധിച്ച ജീവനാംശം ലഭിക്കാതെ ക്രൂര പീഡനത്തിനിരയായ ഏങ്കക്കാട് സ്വദേശിനി അനുവും 2 മക്കളും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.